ഹലോ, ഞാൻ അഞ്ജു. നമ്മുടെ ഈ യാത്ര ഗുണ്ടൽപേട്ടിലെ സൂര്യകാന്തി പൂക്കളെ തേടിയുള്ളതാണ്. എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഞാൻ പോകുന്ന യാത്രകളൊക്കെ ഇങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ പോകും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു പ്ലാനിങ്ങിൽ, പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും കണ്ടൊരു പാച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ വരാത്തതുകൊണ്ട് ഏടത്തെയും വന്നില്ല. ഏടത്തിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ കാറിലിരുന്ന് കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞു, വേദുവിൻ്റെ കൂടെ കുറേ കളിച്ചു. പോകുന്ന വഴിക്ക് 1-2 പേര് നമ്മുടെ ലിഫ്റ്റ് ചോദിച്ചെങ്കിലും ഫുട്ബോളിൻ്റെ കട്ട ഫാനായ കണ്ണൻ ലിഫ്റ്റ് കൊടുത്തത് ഈ കുഞ്ഞു ഫുട്ബോൾ കളിക്കാരന്മാർക്കാണ്. അവരെ കൂടെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അവരെ മുത്തെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും നമ്മുടെ യാത്രകൾ തുടർന്നു. പിന്നെ നമ്മൾ കാട്ടിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ യാത്രകൾ തുടർന്നു. മഴയൊക്കെ കഴിഞ്ഞ് കാട്ടിലോട്ട് കൂടെ പോകാൻ ഭയങ്കര രസമാണ്. നല്ല 2 സൈഡ് നല്ല പച്ചപ്പും നല്ലൊരു ചെറിയ സൺലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു വഴികൾ കാണാൻ. അങ്ങനെ നമ്മൾ ആദ്യത്തെ സൂര്യകാന്തി സ്പോട്ടിലോട്ടെത്തി. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയതാണ്. നല്ല സൂര്യകാന്തി ആയിരിക്കുന്നു പ്രതീക്ഷിച്ചു. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് സൂര്യകാന്തിക്ക് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഹൈറ്റ് ഇല്ലായിരുന്നു. എന്തായാലും പൈസ കൊടുത്ത് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ചെറുതായിട്ട് അതിലൂടെയൊക്കെ നടന്നിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ തപ്പി ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ പിന്നെ പോയൊരു ലൊക്കേഷൻ ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ഒരു അപ്പൂപ്പ മാത്രം അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ആൾക്കാരും ഇല്ലായിരുന്നു. ഭയങ്കര കാമായിരുന്നു. അവിടെ നമ്മൾ കുറേ വീഡിയോസും കുറേ ഫോട്ടോസും എടുത്തു. നല്ല വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചെണ്ടുമല്ലി കാണാൻ വേണ്ടി, ചെണ്ടുമല്ലി തോട്ടത്തിലേക്കാണ്. നമ്മൾ അങ്ങനെ മാംഗോ ഏതോ ചേട്ടൻ നോക്കിയിരിപ്പുണ്ട്. അവർ ചേട്ടൻ നമ്മുടെ വലിയ ബ്ലോഗേഴ്സാണ്. ഒരു രക്ഷയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്.
സൂര്യകാന്തിനെക്കാട്ടി കൂടുതൽ ആൾക്കാരാണല്ലോ. ഏതെങ്കിലും ഓട്ട കയറി കറണ്ടെങ്കിൽ തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഉച്ചത്തിൽ ലഞ്ച് കഴിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചത് പോകുന്ന മുത്തങ്ങ ഒരു കോവിലൊക്കെ എന്ന് പറഞ്ഞൊരു കള്ള് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ നമ്മൾ ഉച്ചത്തിൽ ലഞ്ച് കഴിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. വരേണ്ടി വരും നോക്കാം. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ. തിരിച്ചു പോകുന്ന വഴിക്ക് ഏടത്തിനെ വേദുവിനെ പിക്ക് ചെയ്തു. പിന്നെ ഫോണിൽ കുറച്ച് നേരം ചിത്രനോട് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. അപ്പോൾ എത്രയൊക്കെയുള്ള ചെറിയ വീഡിയോയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പിന്നെയും കാണാം. ബായ്.